പുതിയൊരു സ്കീം എന്ന് വന്നേക്കണ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ട്ടോ ഈ ഒരു വീഡിയോ. മാക്സിമം എല്ലാ BPL കാർഡായ എല്ലാ പാവപ്പെട്ട ലിസ്റ്റിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് അറിയണ ആളുകൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അക്ഷയയിലൊക്കെ പോയി നിന്ന് ക്യൂ നിന്ന് കഷ്ടപ്പെടണ്ട കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്കീം വന്നിട്ടുണ്ട് നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടാണ്. 1000 രൂപ നമ്മളുടെ മാസം അക്കൗണ്ടിൽ വരാനായിട്ട് ഒരു പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അപ്ലൈ ചെയ്തോ. അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് അപ്ലൈ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഒരു 5 മിനിറ്റ് മതി നമ്മൾക്കിത് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് തൊട്ട് താഴെ തന്നെ കാണാം ട്ടോ, അപ്ലൈ ലോഗിൻ സിറ്റിസൺ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഫോൺ നമ്പർ ചോദിക്കും. ആധാറായ ലിങ്ക് അറ്റാച്ച് ആയേക്കണ ഫോൺ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിലോട്ടാണ് ട്ടോ നമ്മൾ കയറുന്നത്. നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്തേക്കണ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ തൊട്ട് ഇപ്പോൾ താഴെ ഒരു പുതിയത് വന്നിട്ടുണ്ട്, ഒരു ന്യൂ എന്നും പറഞ്ഞുകൊണ്ട് തൊട്ട് താഴെ തന്നെ കാണാൻ പറ്റും മുകളിലായിട്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനിലോട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയണതെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ആപ്ലിക്കൻ്റ് നെയിം, ജോബ് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, എലിജിബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ 1000 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വിധം കണ്ടാലോ. നമുക്ക് ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുക്കുക. ലോക്കൽ ബോഡി എന്ന് വെച്ചാൽ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി അതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടിച്ചു കൊടുക്കുക. വാർഡ് നമ്പർ അടിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒന്നും തെറ്റരുത് കേട്ടോ. ആധാർ കാർഡ് തെറ്റില്ലാണ്ട് അടിച്ചു കൊടുക്കുക. നമ്പർ നമ്മുടെ ആധാറിൽ പറഞ്ഞേക്കണ പേര് സ്പെല്ലിംഗ് ഒന്നും തെറ്റാണ്ട് ഈ ഒരു ഭാഗത്ത് അടിച്ചു കൊടുത്തിട്ട് വാലിഡേറ്റ് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. അടുത്തത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ആൻഡ് ഡീറ്റെയിൽസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കുറച്ച് നിസ്സാര കാര്യങ്ങളെയൊക്കെ ഉള്ളൂ. നമ്മളുടെ പേരടിക്കാനുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും അടിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകണമെന്ന് പറഞ്ഞാൽ ജോബ് ഡീറ്റെയിൽ ആണ്. നമ്മൾ ജോലി അന്വേഷിക്കുന്ന ആളാണ്, വീട്ടമ്മയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട ഒരു 4 കാര്യങ്ങൾ ചോദിക്കേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ, നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആയിട്ട് നിൽക്കുന്ന അക്കൗണ്ടിൻ്റെ നമ്പറും IFSC കോഡ് ഇതൊക്കെ ഒന്നും തെറ്റാണ്ട് അവിടെ അപ്ലൈ ചെയ്ത് അത് കൊടുക്കുക. അപ്ലോഡ് ഡോക്യുമെന്റ്, ഇതിനകത്ത് SLC സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, പാസ്പോർട്ടിന്റെ കോപ്പി ചോദിക്കുന്നുണ്ട്, അങ്ങനെ 4 എന്തോ ഡോക്യുമെന്റ് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എലിജിബിലിറ്റി ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഫോം നമുക്ക് ഫില്ല് മുഴുവൻ ചെയ്തത് കാണിക്കും. അതിൻ്റെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമാണ്, നമ്മുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ഒക്കെ കൃത്യമാണ്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് നമ്മുടെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അവരുടെ ഡെസ്കിലോട്ട് അത് പോകും. അവിടെ നിന്ന് അവർ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത് സംഭവിച്ചതെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാട്ടെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചോ. ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ അതിന് റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.